അപ്പോൾ നാളെയാണ് നമ്മുടെ ആ ഒരു മാച്ച് തുടങ്ങുന്നത്. രാവിലെ 9:30 മണിക്ക് ആ മാച്ച് തുടങ്ങും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു കനോൺ ഇവന്റ് ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്കറിയാലോ എന്താണ് കനോൺ ഇവന്റ്, നിങ്ങളുടെ ജൻസിയുടെ ഭാഷയാണത്, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ വരും, നമ്മളതിനെ നേരിടും. ഇങ്ങനെയൊക്കെ നേരിടുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാണ്. പരീക്ഷാ ഹാളിലെ താരം നിങ്ങളാണ്. അവിടെ നിങ്ങൾ തളരാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ചത് വരും, ഒരു പക്ഷേ പഠിച്ചത് വരാതിരിക്കാം, അതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അതിൽ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കുക. ഇത്രയാണ് നാളെ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഒരു കാര്യം, പരീക്ഷ കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം വരും. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ട് സ്ട്രെസ്സിൻ്റെ പിന്നാലെ പോവേ ചെയ്യരുത്. അത് കഴിഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ രാത്രി ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാറിലാണ് പോകണമെങ്കിൽ ആ കാറിന്റെ ലൈറ്റ് എത്ര ദൂരം ഉണ്ടാവും, ആ ദൂരപരിധിക്കുള്ളിൽ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുക. പോകുന്തോറും ആ പാത അങ്ങനെ ക്ലിയർ ആയി വരും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ഒരിക്കലും കരുതുന്നത്. നാളത്തെ എക്സാം കഴിഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മാർച്ച് 30 എക്സാം കഴിയാതെ തോന്നും, അപ്പോൾ നമുക്കൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രശ്നങ്ങൾ വരുന്നതാണ് നെർവസ് ആകുക, സ്ട്രെസ് ആവുക. ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത് 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് അത് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ 4 സെക്കൻഡ് കഴിഞ്ഞാൽ വായിലൂടെ പതിയെ ശ്വാസം വിടുക. എല്ലാ സ്ട്രെസ്സും മാറിക്കിട്ടും. നിങ്ങൾക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് സൈക്കോളജിയിലുള്ള വിഷയമാണ്. സിമ്പിളായിട്ട് ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ് ബോക്സ് ബ്രീത്തിങ്. എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 4 സെക്കൻഡ് ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിക്കുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പിന്നെ 4 സെക്കൻഡ് വായിലൂടെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഒരു സ്ട്രെസ്സും വേണ്ട. ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നാളത്തെ എക്സാം നമ്മൾ പൊളിച്ചെടുക്കും, അതിലൊരു സംശയമല്ല. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ അവർക്കൊരു സ്ട്രെസ് കൊടുക്കരുത്. ഇത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നാളത്തെ ഒരു ദിവസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് പിന്തുണ കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കുട്ടികൾ നന്നായിട്ട് ഉറങ്ങണം, വെള്ളം നന്നായിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകൾ മാത്രം. ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നതിനുള്ളത് മെല്ലെ നമ്മുടെ മനസ്സിലാക്കുക. യു ആർ ദ ഗോട്ട്, നമ്മളാണ് ഗോട്ട്, നമുക്കിതൊക്കെ ചെയ്യാനുള്ളതുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പൊളിച്ചെടുക്കും. ഇനി നമുക്ക് മാർച്ച് 30 ശേഷം നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും തയ്യാറാക്കാം. നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സ്ട്രെസ് റിലീസായിട്ട് നമുക്ക് അടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഉഷാറായിട്ട് പരീക്ഷ എഴുതിക്കോളൂ. ഒരു പേടിയും പേടിക്കണ്ട. ഇതൊന്നും ജീവിതത്തിൽ ഒരു അവസാന വാക്കുകളല്ല.